മഹാന്മാരുടെ മദത് തേടിയുള്ള സിയാറത്ത് യാത്രയിലാണുള്ളത്. അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച, ജീവിതത്തിൽ ഒരു ഹറാമ് കറാഹത്ത് പോലും ചെയ്തിട്ടില്ലാത്ത സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹത്തുക്കളെ തേടിയുള്ള, അവരുടെ മദത് തേടിയുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഇവയിൽ നിന്നൊക്കെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമുക്ക് വലിയ രക്ഷയും സമാധാനവും ലഭിക്കാനൊക്കെ കാരണമാകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ മഹാന്മാരൊക്കെ തവസ്സുലാക്കിയിട്ട് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുമെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സിയാറത്ത് നടക്കുന്ന, വളരെ അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു സിയാറത്ത് കേന്ദ്രം, ഒരു നഗരി, ആ നഗരിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് തന്നെ. ഇവിടെ വലിയ പ്രതിസന്ധികളിലകപ്പെട്ടവർ, പ്രയാസങ്ങളിലുള്ളവർ, രോഗങ്ങളുള്ളവർ, പൈശാചികമായ ബാധകളേറ്റ് ശരീരം തലയടിച്ച് വല്ലാത്ത രൂപത്തിൽ പ്രതിസന്ധിയിലകപ്പെട്ടവരൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവിടെ വന്നാൽ ശരിയാകും. ഈ മഹാന്മാരെ മദത് തേടിയിട്ട് അവരോട് തവസ്സുലാക്കിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ആ മഹാന്മാരൊക്കെ ജീവിച്ച പരിശുദ്ധിയുടെയും ബറക്കത്തിൻ്റെയൊക്കെ, അവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് അതിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ്. നമ്മളിവിടെ സിയാറത്ത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വീഡിയോസ് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന, മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, നമ്മളെയൊക്കെ സ്ഥിരമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലുള്ള ഒരു ഫാമിലിയെ നമ്മൾ കണ്ടുമുട്ടുകയുണ്ടായി. അവരൊരുപാട് കാലമായിട്ട് നമ്മളെ കോൾ ചെയ്ത് വിളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നും കിട്ടിയില്ല. അവർക്കങ്ങനെ കാണാനും മീറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായത് അപ്രതീക്ഷിതമായി ഇവിടുന്ന് കാണുന്ന സമയത്തായിരുന്നു. അവരുടെ ഒരു ചെറിയ കുഞ്ഞനുജത്തി ഇതുപോലെ ഒരു പൈശാചിക ബാധ വല്ലാതെ ഉണ്ടായിട്ട് അവരുടെ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ വിനീതൻ്റെ അനുഭവത്തിൽ തന്നെ എത്രയോ ആളുകളെ നമ്മുടെ ഇടയ്ക്കൽ നേരിട്ട് കൺസൾട്ടേഷനും മറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ചില വിഷയങ്ങൾ കാണുമ്പോൾ അത് ഇവിടെ പോയാൽ ശരിയാകുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ സ്ഥലത്തേക്ക് അവരെ പറഞ്ഞയക്കാറുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾക്ക് അതിൽ നിന്നൊക്കെ വലിയ രക്ഷയും സമാധാനവും ഒക്കെ ലഭിച്ച അനുഭവങ്ങളുണ്ട്. നമ്മൾ കുറേ ആളുകളെ കണ്ടുമുട്ടാനിടയായി. നമ്മളിങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിൽ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, നമ്മുടെ വീഡിയോസ് കാണുന്നവരും ലൈവ് കാണുന്നവരും മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരും നേരിട്ട് വന്നവരൊക്കെ ആയ ഒരുപാട് ആളുകൾ ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പല സന്ദർഭങ്ങളിലും വിഷമങ്ങളും പ്രയാസങ്ങളും സംസാരിച്ച് ദുആ കേൾപ്പിച്ചപ്പോഴൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായിരുന്നു, ഉസ്താദ് സിഹർ കൊണ്ട് വലിയ പ്രയാസത്തിലാണ്, അത് ബാത്തിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്നുള്ളത്. ഇങ്ങനെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വലിയ വലിയ പ്രതിസന്ധികളിലും ലക്ഷങ്ങൾ കടബാധ്യതയുണ്ടായിട്ട് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഡോക്ടർമാർ റിജക്റ്റ് ചെയ്ത എത്രയോ വിഷയങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ആത്മീയമായ വഴി തേടിയിട്ട് ഈ മഹാന്മാരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ വരുന്നവരുണ്ട്. ഇവിടെയൊക്കെ കേസെടുക്കുന്ന ചില കാര്യങ്ങളും സംഭവങ്ങളും ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഒരു മിറാക്കിൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തരം മഹാന്മാരിലൂടെ പലപ്പോഴും അത് സംഭവിക്കും. ഇത് നമ്മൾ മാത്രമല്ല ഇത് ചെയ്യുന്നത്. നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വസൂരികളൊക്കെ ഈ പറയപ്പെട്ട മഹാന്മാരുടെയൊക്കെ പേരിൽ മൗലിദുകൾ രചിച്ചു, ഈ മഹാന്മാരെയൊക്കെ സിയാറത്ത് ചെയ്തു. മാസങ്ങളോളം ഈ മഹാന്മാരുടെ സന്നിധിയിലിരുന്ന് റബ്ബിനോട് തവസ്സുലാക്കിയിട്ട് തവക്കുലാക്കിയിട്ട് ദുആ ചെയ്തപ്പോൾ അവർക്കതിന് ഇജാബത്ത് ലഭിക്കുകയും ചെയ്തു. എത്രയോ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ കാരണമായ, എത്രയോ കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീടിക്കിട്ടാൻ കാരണമായ. ഇപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മളോട് ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞാനൊരു മാസമായി ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇവിടെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്ത് നിന്ന് എനിക്ക് കോൾ വന്നു. ആ കോളിലൂടെ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അത് ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി അനുഭവങ്ങൾ മഹാന്മാർക്കുണ്ട്. എത്രയോ ആളുകൾ പറയുന്നതും നമുക്ക് കേൾക്കാം ഇതേ അനുഭവങ്ങൾ. നമ്മുടെയൊക്കെ ഉസ്താദുമാരുടെ ഉസ്താദുമാരും മശായിഖുമാരൊക്കെ ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെയൊക്കെ സിയാറത്ത് ചെയ്യാൻ വരുന്നതും, വിനീതരായ ഞങ്ങളൊക്കെ ഇവിടെ സിയാറത്ത് ചെയ്യാൻ വരുന്നതും, ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ ഫത്ഹ് ലഭിക്കണം, വലിയ ബറക്കത്ത് ലഭിക്കണം, അത് ഈ മഹാന്മാരിലൂടെ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മൾക്ക് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇറക്കി വെക്കാൻ, റബ്ബിനോട് തവസ്സുലാക്കി ദുആ ചെയ്യാനുള്ള നല്ലൊരു മാർഗവും കൂടെയാണ്. ഇപ്പോൾ സിഹർ എന്ന് പറയുന്നത്
അൽ ഐനു ഹഖുൻ, ഐന് അത് യാഥാർത്ഥ്യമാണ്. സിഹർ സംബന്ധമായ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലെ പല മേഖലകളിലും ബാധിച്ച് നമ്മളൊക്കെ പലപ്പോഴും തകർന്നു പോകാനൊക്കെ കാരണമാകും. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ നിന്നൊരു രക്ഷ കിട്ടാൻ പലപ്പോഴും നമ്മൾ ഇത്തരം മഹാന്മാർ വഴി നമ്മളതിനൊരു പരിഹാരം തേടുമ്പോൾ അത് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അള്ളാഹിനോടല്ല ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്താ? നമ്മൾ അള്ളാഹിനോടാണ് ചോദിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ തന്നെയാണ് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച മഹാന്മാർ. അവരെ തവസ്സുലാക്കി ദ്വാർക്കുമ്പോൾ, അവരെ തവസ്സുലാക്കിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ വലിയ പരിഹാരം നൽകും എന്നുള്ളതാണ്. അതാ മഹാന്മാർ അള്ളാഹുമായിട്ട് അത്രയും ബന്ധത്തിലും അടുപ്പത്തിലും നിൽക്കുന്നവരാണ്. ഇതിന് പലപ്പോഴും നമ്മുടെ ഉസ്താദുമാരൊക്കെ ഉദാഹരണം പറഞ്ഞു തരാറുണ്ട്. നമുക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഡ്രൈവർ ഉണ്ടാകും. ആ ഡ്രൈവറോട് നമ്മളിങ്ങനെ പറയും, എൻ്റെ കാര്യമൊന്ന് നിങ്ങൾ ശരിയാക്കി തരണം. മുഖ്യമന്ത്രിനോട് പറഞ്ഞ് എൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾ ശരിയാക്കി തരണം. നിങ്ങളെപ്പോഴും മുഖ്യമന്ത്രിയുടെ കൂടെ ഉള്ളതല്ലേ, നിങ്ങൾ അവരോട് അടുത്ത് നിൽക്കുന്നവരല്ലേ, ഒന്ന് ശരിയാക്കി തരണമെന്ന് നമുക്ക് പരിചയമുള്ള മുഖ്യമന്ത്രിയുടെ ഡ്രൈവറിനോട് പറയും. ആ ഡ്രൈവർ മുഖ്യമന്ത്രിയോട് പറയാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. എന്നാൽ ചില സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കുറേ അങ്ങോട്ട് മൂർധന്യ ദശയിലെത്തുമ്പോൾ നമ്മൾ ആ ഡ്രൈവറുടെ പേര് ഹാരിസ് എന്നാണെങ്കിൽ, ഹാരിസേ ഒന്ന് ചെയ്താ പ്ലീസ്, ഒന്ന് ശരിയാക്കിത്താ എന്ന് നമ്മൾ ഡയറക്റ്റ് ഹാരിസിനോട് പറയും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയോടാണ്. അതേപോലെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹത്തുക്കളെ മുമ്പിൽ ചെന്ന് നമ്മൾ പറയുമ്പോൾ അവരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചവരാണ്. അവർ മുഖേന നമുക്കതൊക്കെ പൂർത്തീകരിച്ച് കിട്ടുമെന്നുള്ളതാണ്. നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് അത്രത്തോളം അടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ആഖിർ സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതാണ് മഹാന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സഹായം അവരാ ബന്ധം കൊണ്ട്, അള്ളാഹുമായിട്ടുള്ള ബന്ധം കൊണ്ട് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും. അതാണല്ലോ ഈ മലബാർ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്കറിയാം. എന്തു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നീട്ടിയൊരു വിളിയുണ്ട്, മമ്പുറത്തെ തങ്ങളേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും പുത്തൻവാദികളും ചോദിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മമ്പുറത്തെ തങ്ങളെ വിളിക്കണോ, അള്ളാനല്ലേ വിളിക്കേണ്ടതെന്ന്. നമ്മൾ മമ്പുറത്തെ തങ്ങളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ വിഷയം പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിയുടെ ഡ്രൈവർ ഹാരിസിനോട്, എടാ ഹാരിസെ ഒന്ന് ശരിയാക്കി തരുമോ എന്ന് പറയുന്നത് ശരിക്കും മുഖ്യമന്ത്രിയോടെ പറയുന്നത്. മുഖ്യമന്ത്രി ഹാരിസും ആ ഡ്രൈവറും തമ്മിൽ അത്രയും ബന്ധമുണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞ് അള്ളാഹു മുഖ്യമന്ത്രീൻ്റെ അടുക്കലിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹാരിസിനെ അങ്ങനെ വിളിച്ചങ്ങ് പറയാണ്. അതുപോലെ മമ്പുറത്തെ തങ്ങളേന്ന് വിളിക്കുന്നത് ശരിക്ക് അള്ളാഹിനാണ് വിളിക്കുന്നത്. മമ്പുറത്തെ തങ്ങൾ അള്ളാഹുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടായപ്പോൾ നമ്മളങ്ങനെ വിളിച്ചങ്ങ് പറയുകയാണ്. അത് യഥാർത്ഥത്തിൽ ഷിർക്കോ നമ്മൾ കാഫിറാവ് പോവുകയോ അങ്ങനെ ചെയ്യുന്നോന്നല്ല. ഇതൊക്കെ മഹാന്മാരുടെ ഒരു ശൈലിയാണ്. ബദ്രീങ്ങളേന്ന് വിളിക്കും. അപ്പോൾ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും പുത്തൻവാദിക്കാരും ചോദിക്കും, ബദ്രീങ്ങളെ വിളിക്കേ, ബദ്രീങ്ങൾ അള്ളാഹിൻ്റെ സൃഷ്ടികളല്ലേ, സൃഷ്ടികളെ വിളിച്ചാൽ ഷിർക്കാവൂലേ, ഇസ്ലാമൊന്ന് പുറത്തു പോകൂലേന്ന്. നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണം മാത്രം ചിന്തിച്ചു നോക്കിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇതുപോലെ പരിഹരിച്ചു തരാൻ ഇത്തരം വിഷയങ്ങൾ മാത്രം മതിയാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു വലിയ സലാമത്ത് നൽകട്ടെ. മഹാന്മാരുമായിട്ടുള്ള ബന്ധം എപ്പോഴും സ്ഥാപിക്കണം, അത് നിലനിർത്തണം. അവരുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാവണം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സലാമത്തും നൽകട്ടെ.